Guys, welcome back to another episode of Minecraft Hardcore Series, episode number 11. 12. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഫുൾ നെതറൈറ്റ് ആർമർ ആയിട്ടുണ്ട്. അതുപോലെ ലാപ്പിസ് ലെസഗുളിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹാർഡ് കോറിലാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യമുണ്ട്? ടോട്ടം ആവശ്യമുണ്ട്. നമുക്ക് അപ്പൊ ടോട്ടം ഉണ്ടാക്കാനാണ് റെഡി ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാം. A few moments later. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ റെയ്ഡ് ഫാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു റെയ്ഡർ റിമൈനിങ് ചെയ്യുന്നുണ്ട്. ആ ചെങ്ങനെ കൊന്നിട്ട് ഈ ചങ്ങനെ ഓക്കെ അവൻ വീണു. അതായത് റെയ്ഡ് അവസാനിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ, അവനെ പോയി കൊല്ലാം. അവൻ കില്ലിങ് ക്യാമ്പ് ആ കുഴിയിലുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അതിനെ ചങ്ങനെ കൊല്ലാം. അങ്ങനെ കുറച്ച് ടോട്ടം ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ടോട്ടം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ടോട്ടവും അതേപോലെ കുറേ സമയം റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ ഓഫ് ദ വില്ലേജറും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോയതാണ്. അതേപോലെ നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് സെൻട്രി ആർമറും ആവണം, അതേപോലെ ഡയമണ്ടുമായിട്ട്. സെൻട്രി ഞാൻ ആയിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മൾ അങ്ങനെ ഫൈനലി സെൻട്രി ആർമറും അതുപോലെ ഡയമണ്ടും നമ്മൾ ഒപ്പിച്ചിട്ടതാ ഇത്രോതിൽ നമ്മളായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കളർ പറഞ്ഞാൽ റെഡ്, ഓറഞ്ച്. അതൊന്നല്ല, എൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടം ലൈറ്റ് ബ്ലൂ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ്, പിന്നെ ഡാർക്ക് ബ്ലൂ, പിന്നെ ഓറഞ്ച്. അപ്പോൾ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഡ്രാഗനൊക്കെ ഇപ്പോൾ നമ്മളെ എൻട്രൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഹെഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് തപ്പണം. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു കിഡിലെ റൂം നമുക്ക് സെറ്റ് ചെയ്യാം. ഡ്രാഗൺ എഗ്ഗിനും ഡ്രാഗൺ ഹെഡിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഗൈസ്, ഇത് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിതാ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു അടിപൊളി റൂമാണ്. ഗോൾഡ് ബ്ലോക്ക് ഓഫ് ഗോൾഡ്, അപ്പോൾ ഡയമണ്ട്, ലാപ്പിസ്, അതേപോലെ റെഡ് സ്റ്റോൺ ബ്ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി റൂമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫൈനലി ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. എഗ് എവിടെ ഇരിക്കണ്ടോ അവിടെ ഇരിക്കും. Okay, though guys, guess. Look at this. നോക്കണ്ട. Retake. ഇങ്ങനെ ഫോർച്യൂണർ പിക്കാക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര പണിയാടാ. അപ്പൊ അടുത്ത എപ്പിസോഡിലേക്ക് നെതർ ഹബ്ബ് ഉണ്ടാക്കണം. അതേപോലെ കുറേ പണികളുണ്ട്. നെതർ ഹബ്ബ് ഉണ്ടാക്കണം നമുക്ക്. അതേപോലെ മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് നമുക്ക് ഓക്കെ, അതേപോലെ നമുക്ക് മൈനിങ്ങിന് പോകണം. പിന്നെ അത് മാത്രല്ല നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം. അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെതർ ഹബ്ബ്
കാരണം ലെതർ ഹബ് എന്തിനാ ഇത്ര ഇമ്പോർട്ടന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർവേൾഡ് നടക്കുന്ന സമയം അത് നിങ്ങൾക്കറിയാലോ, ഓവർവേൾഡ് നടക്കുന്ന സമയത്ത് കൂടെ സ്ഥലത്തിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കുവാം. അതായത് ഏറ്റവും കൂടുതൽ എളുപ്പം സഞ്ചരിക്കാൻ ലെതർ കൂടെയാണ്. അപ്പൊ ഞാൻ എൻഡില് പോകേണ്ട അത്യാവശ്യം വരുമ്പോ എലിവേറ്ററിൽ പറക്കണതിന്റെ നല്ലത് ലെതർ ഹബ്. അതേപോലെ പാസ്റ്റലിലോട്ട് പോകുമ്പോ അല്ല ഗ്യാസിന്റെ വരുമ്പോ ഫോർട്രസിലോട്ട് പോകുമ്പോ ഒക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ടണൽ പോലെ നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള അടുത്ത ഈ എപ്പിസോഡ് ഇഷ്ടമായവർക്ക് ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഒന്നും ചെയ്യണ്ടെന്ന് പറയണില്ല. അപ്പൊ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഗൈസ്. അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണാൻ വരുന്നതിനൊക്കെ ബൈ. ടാറ്റാ. അടുത്ത എപ്പിസോഡിൽ ഹബ് മറക്കണ്ട, വന്നോണം. ടാറ്റാ.